ഇത് വരയ്ക്കാൻ ഒരൊറ്റ പെന്ന് മതി ട്ടോ. ഈ ഒരു പെന്നാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 8 മൾട്ടിപ്പിൾ കളേഴ്സ് വരുന്നോണ്ട് തന്നെ യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ആദ്യം നമ്മൾ വരയ്ക്കേണ്ട ചിത്രത്തിന്റെ ഔട്ട്ലൈൻ പെൻസിൽ വെച്ച് വരച്ചിട്ട് അതിന് ശേഷമാട്ടോ നമ്മൾ പെന്ന് യൂസ് ചെയ്യുന്നത്. ഞാൻ കൂടുതലും ഗ്രാഫൈറ്റും ചാർക്കോളും വെച്ച് ഡ്രോയിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഈ കളേഴ്സിനെ കുറിച്ചോ കളർ തിയറിനെ കുറിച്ചോ ഒട്ടും അറിയില്ല. അതുകൊണ്ട് തന്നെ വിചാരിച്ച രീതിയിൽ ഈ ഒരു ചിത്രം വരച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. യെല്ലോ, ഗ്രീൻ, റെഡ്, ബ്ലാക്ക് വെച്ചിട്ടാണ് ഗ്രാസ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. സ്റ്റെമ്മിന് ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് റെഡ്, ബ്ലൂ, യെല്ലോ, ബ്ലാക്ക്, ഓറഞ്ച് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. യൂസ് ചെയ്ത കളേഴ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയുന്നവരൊന്നും അത് കറക്റ്റ് ചെയ്ത് തരണം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ കളേഴ്സ് യൂസ് ചെയ്ത് വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറേ മിസ്റ്റേക്ക് എൻ്റെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. റെഡ് വരുന്ന ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ്ലി റെഡ് യൂസ് ചെയ്ത് പ്രഷർ കൂട്ടിയും കുറച്ചുമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഇന്നലത്തെ നമ്മുടെ വീഡിയോ കണ്ട് കമൻറ്റ് ഇട്ടവർക്കും ലൈക്ക് ഇട്ടവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒരാളെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്ടെന്ന് പറയുമ്പോൾ അത് അത്രത്തോളം സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫൈനൽ റിസൾട്ട് വന്നിട്ടുള്ളത്. കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ.